ഇന്ന് മാർക്കറ്റിൽ വളരെ വിലയുള്ള ഒരു പാലാണ് ആൽമണ്ട് മിൽക്ക്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത്യാവശ്യം വലിയൊരു ഒരു ബൗള് ബദാം എടുത്തിട്ടുണ്ട്. അത് വേറൊരു ബൗളിലിട്ട് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ 6-7 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിരണം. അപ്പോൾ ഞാൻ എന്തായാലും ഓവർനൈറ്റ് ഇടുകയാണ്. ഇനി നമുക്കിത് രാവിലെ നോക്കാം. അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഈ ബദാം കൊണ്ട് നമുക്ക് 2 രീതിയിൽ മിൽക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആ 2 മെത്തേഡ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം വരെയും കാണുക. അപ്പോൾ ഇത് രാവിലെ ആയപ്പോഴും നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വീർത്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നഖമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിട്ട് ഇതിനെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞും തൊലി കളയാതെയും ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. 2 മിൽക്കും ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് തൊലി കളയുന്ന കുറച്ച് മെനക്കെടുത്ത ഒരു പണിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തൊലിയോട് കൂടെ തന്നെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ എടുക്കുന്നതെന്ന് ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ 2 മെത്തേഡും കാണിക്കുന്നുണ്ട്. നമ്മളെടുത്ത ബദാമിൻ്റെ കുറച്ച് ഭാഗം തൊലി കളഞ്ഞ് മാറ്റിയാണ്, കുറച്ച് തൊലിയോട് കൂടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാർക്കറ്റിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. കൂടുതൽ എനിക്കൊന്ന് ഡയറ്റ് ചെയ്യുന്നവരൊക്കെയാണെന്ന് തോന്നുന്നു ഈ മിൽക്ക് കൂടുതൽ ഉപയോഗിക്കണം. സോയ മിൽക്കും ബദാം മിൽക്കൊക്കെ ഇതെല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കഫക്കെട്ടുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൗ മിൽക്കിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഒന്നാണ് ബദാം മിൽക്ക്. വളരെ പ്രോട്ടീൻ റിച്ചായി നല്ല ഹെൽത്തി ആയിട്ടുള്ള മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചെറിയൊരു ബൗളിൽ തൊലി കളഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഏറെ തൊലി കളയാത്തതും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും എങ്ങനെ മിൽക്കാക്കി എടുക്കാമെന്ന് കാണാവുന്നതാണ്. ഇത് നമ്മൾ മിൽക്കാക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ള മിൽക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊഴുപ്പൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പിള്ളേർക്കൊക്കെയാണ് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് നല്ലത്. അപ്പോൾ ഓൾറെഡി ഞാൻ ബദാം പൊടിച്ച ജാറാണ്. ആ ജാറിലേക്ക് ആദ്യം തൊലി കളയാത്ത ബദാമാണ് എടുക്കുന്നത്. അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരച്ച് എടുക്കുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കഴിയുമ്പം ഒട്ടും ഗ്യാപ്പില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന അരിപ്പ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം. പക്ഷേ ഒത്തിരി ടൈം എടുക്കും ഇതിന് മട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ അരിപ്പ ഇതിനിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അല്ലെങ്കിൽ തുണി അല്ലെങ്കിൽ ഉപയോഗിച്ച് വേണമെങ്കിലും തുണിയിലോട്ട് വേണമെങ്കിൽ ഇത് ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കുന്നെങ്കിൽ അങ്ങനെ വേണേൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ അത്യാവശ്യം നന്നായിട്ട് മട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു അരിപ്പ എടുക്കാൻ പ്ലാൻ ചെയ്യണം. എന്നിട്ട് വലിയ അരിപ്പയുടെ അടിയിലോട്ട് ഈ ചെറിയ അരിപ്പ വെക്കാമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ തുണിയിലോട്ട് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതും ചെയ്യാം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു തുണി എടുത്താലും മതി. എൻ്റെ കയ്യിൽ വെള്ളത്തുണി അങ്ങനെ നീറ്റായിട്ടുള്ളത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് അങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് ഇടയ്ക്ക് ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇത് തട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് ഒട്ടും തരിയില്ലാതെ തന്നെ നല്ല പ്യൂറായിട്ട് നമുക്ക് ആ മിൽക്ക് മാത്രം ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള മിൽക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പം സ്മൂത്തിയൊക്കെ കുടിക്കുന്നവർക്കാണെങ്കിൽ ഈ മിൽക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അല്ലാതെ ചായക്കോ അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാനൊക്കെയാണ് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ തൊലിയോടുകൂടിയുള്ള ബദാം കുതിർത്തത് മിക്സിയിലടിച്ച് ഇതേ പാൽ ഊറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് തൊലി ഇല്ലാത്ത ബദാം അടിച്ചെടുക്കാം. അപ്പോൾ അതും അടിച്ച് നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ കിട്ടണം. കണ്ടോ, നമുക്ക് അത്യാവശ്യം ഇതിപ്പോൾ തൊലിയില്ലാത്തതിൽ കണ്ടോ ഈ ഒരു തിക്കിൽ കിട്ടും. നമുക്ക് രണ്ടും ഇങ്ങനെ കിട്ടും. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി അതുപോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഈ 2 മിൽക്കിന് പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിനും കളറിൽ ചേഞ്ച് ഉണ്ടാകില്ല കേട്ടോ. രണ്ടും നല്ല പ്യൂർ വൈറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഈ രണ്ടിലും തിക്കിന് ചേഞ്ചില്ല. നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് എന്താണ് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അരിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം തൊലി കളഞ്ഞ് ഉള്ള പാലായിരിക്കും. കാരണം അതിൽ തൊലി ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റേതിനേക്കാൾ കുറച്ചും കൂടെ കുറവായിരിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് ചതയാതെ കിടക്കുന്ന ബദാം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതും പിന്നെ വളരെ കുറച്ച് ഇതിനകത്ത് മട്ട് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 രീതിയിലെടുത്താലും മട്ടുണ്ടാവും. പക്ഷെ കൂടുതലും മട്ട് അല്ലെങ്കിൽ എന്താ ചണ്ടി എന്നൊക്കെ പറയില്ല, അത് കൂടുതലുണ്ടാകുന്നത് തൊലിയോട് കൂടെയുള്ള ബദാം അരച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ പാലെടുക്കുന്നത്. ഈ പാലെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജാറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ 1-2 ദിവസത്തേക്ക് നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തണുപ്പ് സമയം കൂടെ ആയതുകൊണ്ട് കുറച്ചേറെ ദിവസം നമുക്കത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 2 മിൽക്കിനും വേറെ പ്രത്യക്ഷത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഈ 2 മിൽക്കും അരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന ചണ്ടി കളയണ്ട. നിങ്ങളൊരു സിപ്ലോ കവറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ നിങ്ങൾ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ 1-2 സ്പൂൺ അതിനകത്ത് ചേർത്തുണ്ടാക്കാമെങ്കിലും നല്ലതാണ്. ഈ ചണ്ടി നല്ല ഹെൽത്തിയാണ്. അതായത് ബദാമിൻ്റെ തന്നെയാണല്ലോ നമ്മൾ
പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇതും നമ്മുടെ ഫുഡിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബദാം മിൽക്കും മിൽക്കായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ബാക്കിയുള്ള ചണ്ടി ഇങ്ങനെ ബൈ പ്രോഡക്റ്റ്സ് ആയിട്ട് നമ്മുടെ പുട്ടിൻ്റെയും ദോശയുടെയൊക്കെ മാവിൻ്റെ കൂടെയും ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് എല്ലാം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനിത് 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജ് വെച്ച് മോന് കൊടുക്കും. പിന്നെ അതുപോലെ മോൾക്കും ബദാമായിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഇഷ്ടമല്ല അത്ര അങ്ങനെ കഴിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ പാലൊക്കെ ആയിട്ട് നമുക്ക് കുറുക്കിലൊക്കെ ആക്കിയും പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെയാണ് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതിന് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.